ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻട്രേഡർ. ക്രിപ്റ്റോ മാർക്കറ്റിൽ എങ്ങനെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ചെയ്യുന്നു, അതിൽ ബിറ്റ് കോയിൻ്റെ മൊമെൻ്റ് ആണ്. ബിറ്റ് കോയിനിൽ 15 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. 15 മിനിറ്റ്സ് ആണ് കുറച്ചുകൂടെ ആക്യുറസി, 15ൻ്റെ മേലിലുള്ള ടൈം ഫ്രെയിംസ് ആണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് വരുന്നത്. ഫോറക്സ് മാർക്കറ്റിലാണെങ്കിലും നമുക്ക് ക്രിപ്റ്റോയിലാണെങ്കിലും 15ൻ്റെ മേലിലുള്ള ടൈം ഫ്രെയിംസ് ആണ് കുറച്ചുകൂടെ ആക്യുറേറ്റ്. അപ്പം ഇന്നത്തെ ബിറ്റ് കോയിനിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ആഫ്റ്റർ 7:30 ശേഷം നമുക്ക് നല്ലൊരു ഡൗൺ സൈഡ് പോയിട്ടുണ്ട്. അത് 2 പ്രാവശ്യം സപ്പോർട്ട് കട്ട് ചെയ്ത്, ആദ്യത്തെ ബ്രേക്ക് കഴിഞ്ഞ ശേഷം എഗെയിൻ സപ്പോർട്ട് കട്ട് ചെയ്ത് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് സെക്കൻഡ് ടൈമിൽ കട്ട് ചെയ്ത് സപ്പോർട്ട് സ്ട്രോങ് ആയിരുന്നു. നല്ലൊരു ട്രേഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും ഡൗൺ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇന്നലെ നല്ലൊരു അപ് ട്രെൻഡ് ഉണ്ടായിരുന്നു. നമുക്ക് അപ് ട്രെൻഡ് വന്നത് മോർണിംഗിലൊരു കൺഫ്യൂഷൻ, അതായത് വോളറ്റൈൽ ആണെങ്കിലും മാർക്കറ്റ് തിരിച്ച് അപ് ട്രെൻഡിലേക്ക് നമ്മുടെ സോഫ്റ്റ് അവിടെ കൺഫ്യൂഷൻ ഇല്ലാതെ ഹോൾഡ് ചെയ്യണോ എക്സിറ്റ് ചെയ്യണോ നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അതായത് ആക്യുറേറ്റ് എൻട്രി, എക്സിറ്റ്, ഫേക്ക് ആയിട്ട് പോകുന്ന ട്രേഡുകൾ ഒക്കെ മനസ്സിലാക്കാം. അതിൽ ഏറ്റവും എക്സാമ്പിൾ ഇന്നലത്തെ നമുക്ക് മൊമെൻ്റ് എടുത്ത് നോക്കിയാലും കാണാം. ഇന്നലത്തെ ബൈ ട്രേഡ് വന്ന് മാർക്കറ്റ് കയറാൻ തുടങ്ങിയ ശേഷം പെട്ടെന്നൊരു സഡൻ ഡൗൺ, അതായത് ഒരു ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് പോവുകയും തിരിച്ച് എഗെയിൻ കയറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സെൽ സൈഡിൻ്റെ ഇൻഡിക്കേഷൻ സ്ട്രോങ് ആയിട്ട് കാണിക്കാതെ നമുക്ക് സൈഡ് വേസ് ആണ് കാണിച്ച, പുൾ ബാക്ക് മാത്രമേ കാണിച്ചുള്ളൂ. തിരിച്ച് കയറാൻ സാധ്യത എന്നുള്ള ഇൻഡിക്കേഷൻ സോഫ്റ്റ് അവിടെ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. കാരണം ബൈ തന്നെ ഹോൾഡ് ചെയ്യണം, പുതിയൊരു സിഗ്നലായിട്ട് അവിടെ തന്നിട്ടില്ല. എഗെയിൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് മാർക്കറ്റ് കയറുകയാണ് ചെയ്തത്. പിന്നെ 7:30 ശേഷമാണ് ആ ഡൗൺ ട്രേഡ്. നമുക്ക് പുതിയൊരു സിഗ്നൽ വന്ന് ഇന്ന് മോർണിംഗിൽ ഓപ്പൺ ആയപ്പോൾ ബൈ തന്നെ കണ്ടിന്യൂ ആയിരുന്നു. അത് കഴിഞ്ഞാണ് സൈഡ് വേസ് വന്നത്. സൈഡ് വേസിൽ എക്സ്ട്രാ കളർ അവിടെ തന്നിട്ടുണ്ട്. സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ റെഡ് കളർ ഡൗൺ ആണ് സെല്ല്, ഗ്രീൻ ആണ് ബൈ. അപ്പോൾ ഇതിനകത്ത് ഈ സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ വന്ന് 7:30 ആ സിഗ്നൽ വന്ന സമയത്ത് നമുക്ക് അലേർട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഡീറ്റെയിൽസ് മോളിൽ ഇപ്പോൾ ഏത് പോയിന്റിൽ എൻട്രി എടുക്കണം, അതേപോലെ ടാർഗറ്റുകൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അങ്ങനെ 3 ടാർഗറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. താഴെ നോക്കുകയാണെങ്കിൽ 3 ടാർഗറ്റ്. അപ്പം സിഗ്നൽ വരുമ്പോൾ ഇത് വന്ന സമയത്ത് നമുക്ക് താഴെ റെഡ്, ഇപ്പോൾ ഫസ്റ്റ് ക്യാനിൽ കഴിഞ്ഞ ശേഷം സെക്കൻഡ് ക്യാനിൽ ബ്രേക്ക് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. താഴത്തെ ബാർ കളർ റെഡ് ആയിരുന്നു. ഫസ്റ്റ് ബ്രേക്ക് ഔട്ടിന് ശേഷം എഗെയിൻ ഇവിടെ ഒരു ചെറുതായിട്ട് മാർക്കറ്റ് തിരിച്ച് പുൾ ബാക്ക്, അതായത് മാർക്കറ്റ് താഴെ റെഡായി തിരിച്ച് ജസ്റ്റ് കയറിയിട്ടാണ് പിന്നെ ഇറങ്ങിയത്. അപ്പോൾ സപ്പോർട്ട് അവിടെ കട്ട് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അവിടെ നല്ല രീതിയിൽ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് കട്ട് ചെയ്ത് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് മാർക്കറ്റ്, അതായത് നമുക്ക് പെട്ടെന്ന് സഡൻ അതായിട്ടൊരു റിവേഴ്സ് പോകുന്നതിന് മുമ്പ് നമുക്ക് ട്രെൻഡ് റിവേഴ്സ് ആവുന്ന പോകുന്നതായിട്ട് അറിയാൻ പറ്റും. അതേപോലെ കളർ ചേഞ്ച് തരും. ട്രെൻഡ് ലൈൻ നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ നമുക്ക് റിവേഴ്സലിൻ്റെ വാർണിംഗ് തരും. നമുക്ക് പെട്ടെന്ന് ട്രേഡ് എടുത്ത് വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ റിവേഴ്സ് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ സൈഡിൽ ട്രെൻഡ് റിവേഴ്സ് ആണെന്ന് അറിയാൻ പറ്റും. സൈഡിൽ ഇപ്പം നമുക്ക് 1 മിനിറ്റ് വീക്കാണ് കാണിച്ചിരിക്കുന്നത്. ഒരു ചെറുതായിട്ട് ബുള്ളിഷിലേക്ക് കയറാൻ സാധ്യതകളായിട്ട് അവിടെ ഇൻഡിക്കേഷൻ തന്ന് നമുക്ക് ട്രേഡ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാഹചര്യം നമുക്ക് പെട്ടെന്ന് റിവേഴ്സ് പോകുന്നതിന് മുമ്പ് നമുക്ക് എക്സിറ്റ് ചെയ്തുകൊണ്ടുള്ള പലതരത്തിലുള്ള വാർണിംഗ് മെസ്സേജുകൾ നമ്മുടെ സോഫ്റ്റ്വെയറിൽ, അതായത് ട്രെൻഡ് അനുസരിച്ചിട്ടാണെങ്കിലും നമുക്ക് മെസ്സേജ് പോലെയാണെങ്കിലും, അതേപോലെ നമുക്ക് താഴത്തെ ബാർ കളർ ട്രെൻഡിലെ, അതേപോലെ എക്സ്ട്രാ കളർ, ഇതൊക്കെ നമുക്ക് റിവേഴ്സ് പോകുന്ന സമയത്ത് എക്സിറ്റ് ചെയ്ത് വിടാനുള്ള അവസരമാണ്. അപ്പം ലേറ്റസ്റ്റ് വെർഷൻ അടക്കം പല വെർഷനുകളും നമുക്ക് ഇതിനകത്ത് ക്യാൻഡിൽസ്റ്റിക് അടക്കം പല വെർഷനുകൾ അവൈലബിൾ ആണ്. എങ്ങനെ വർക്കൗട്ട് ചെയ്യാവുന്ന ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.